السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وجنوده والمادحين والعاشقين والمحبين وجميع المؤمنين والمؤمنات. بسم الله الرحمن الرحيم. وكان فضل الله عليك عظيما. صدق الله العظيم. قال رسول الله صلى الله عليه وسلم أنا أول شافع مشفع. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധ റബീഉൽ അവ്വൽ ഷരീഫ് പുണ്യമാസത്തിൻ്റെ ഒന്നാമത്തെ ദിനം, ഒന്നാമത്തെ ദിറാസ. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ മഹത്വങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ് ഫളാഇലു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫളാഇലു റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ മഹത്വങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനവും ആദരവും മഹത്വങ്ങളും നൽകിയ അസാധാരണ മനുഷ്യൻ, അസാധാരണ നബി, അസാധാരണ പ്രവാചകർ, അസാധാരണ സൃഷ്ടിയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തആല അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളോട് ബന്ധപ്പെട്ട ഏത് വിഷയം നോക്കിയാലും റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ അധികം ആദരവും ബഹുമാനവും, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ടുള്ളത്. അവിടുത്തെ മഹത്വങ്ങൾ ചുരുക്കി പറയുകയാണെങ്കിൽ, പരിശുദ്ധ ഖുർആനിൽ ദുനിയാവിന്റെ നിഅമത്തുകളെ കുറിച്ച് പറഞ്ഞത് ഖുൽ മതാഉദ് ദുനിയാ ഖലീൽ. ദുനിയാവിന്റെ നിഅമത്തുകളൊക്കെ വളരെ കുറവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ നിഅമത്തുകളെ സംബന്ധിച്ച് പറഞ്ഞത് കുറവാണ് എന്നാണ്. ആ കുറവ് എന്ന് പറഞ്ഞത് തന്നെ, ഖലീൽ എന്ന് പറഞ്ഞത് തന്നെ നമുക്ക് എണ്ണി തീർക്കാൻ കഴിയില്ല. അത്രമാത്രം നിഅമത്തുകളാണ് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളത്. ഈ ദുനിയാവിൽ കാണുന്ന നിഅമത്തുകൾ, ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ള, ഈ പ്രപഞ്ചത്തിലുള്ള എത്രയെത്ര വസ്തുക്കള്, നിഅമത്തുകൾ, അത് നമുക്ക് എണ്ണിത്തീർക്കാൻ കഴിയില്ല. വഇൻ തഅദ്ദു നിഅമത്തുല്ലാഹി ലാ തുഹ്സുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകൾ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന നിഅമത്തുകളെ കൂട്ടത്തിലുള്ള ഒരു നിഅമത്തിന്റെ എത്രമാത്രം സമറാത്ത്, ഫവായിദ്, ഗുണങ്ങളുണ്ട് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അത്രമാത്രം നിഅമത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീൽ എന്ന് പറഞ്ഞു തന്നെ എണ്ണി തിരികാൻ കഴിയുന്നില്ലെങ്കിൽ നാം മനസ്സിലാക്കണം, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ അഖ്ലാഖ് കരീമയെ സംബന്ധിച്ച്, അവിടുത്തെ ഫളാഇൽ ജലീലയെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അതുപോലെ വകാന ഫളലുല്ലാഹി അലൈക അദീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഖ്ലാഖ് കരീമ അത് അദീമാണ്. അവിടുത്തെ ഫളാഇല് അദീമാണ്, വണ്ണമായതാണ്. അദീം, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി. അവിടെ ജലീല്, കബീർ, അതിനേക്കാളും വളരെ വിശാലമുള്ള അർത്ഥമാണ് അദീം എന്നതിലേക്ക് ഉള്ളത് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, അതുപോലെ ബുശറൽ കരീം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ചുരുക്കി പറയാണ്, അദീം, വണ്ണമായത് എന്ന് പറയുമ്പോൾ വലിയ മഹത്വം തന്നെയാണ്. ഇവിടെ ഖലീൽ എന്ന് പറഞ്ഞത് തന്നെ നമുക്ക് എണ്ണി തീർക്കാൻ കഴിയുന്നില്ല. അദീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ അഖ്ലാഖ് കരീമയെ സംബന്ധിച്ച്, അവിടുത്തെ ഫളാഇൽ ജലീലെ സംബന്ധിച്ച് എങ്ങനെ എണ്ണി തീർക്കും എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ സൂറത്തുൽ കഹഫിന്റെ അവസാനത്തെ ആയത്ത് ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മറ്റൊരായത്തിൽ സബ്അത്തു അബ്ഹുർ, അല്ലാഹുവിന്റെ കലിമാത്ത്, സമുദ്രം, അതായത് സമുദ്രത്തിന്റെ വെള്ളം മുഴുവനും മഷിയാക്കിയാലും, മരങ്ങൾ മുഴുവനും
പെന്നുകളാക്കിയാലും സൃഷ്ടികൾ മുഴുവനും എഴുതാൻ തുടങ്ങിയാലും അള്ളാഹുവിന്റെ കലിമാത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ ഔസാഫ്, അവിടുത്തെ അള്ളാഹുവിന്റെ സിഫാത്തിനെ സംബന്ധിച്ച് പറഞ്ഞു തീരുകാൻ കഴിയില്ല. കലിമാത്തുല്ലാഹി, അള്ളാഹുവിന്റെ കലിമത്തുകൾ, കലിമാത്തുല്ലാഹ്ക്ക് പല തഫ്സീറുകളും കാണാം. അൽ ഖുർആൻ ദു ഉജൂഹിൻ, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹുവിന്റെ കലിമാത്തിനെ തവസ്സുലാക്കി അതോടുകൂടെ കലിമാത്തുല്ലാഹി കൊണ്ട് മറ്റൊരു തഫ്സീർ അൽ അർവാഹുൽ ആലിയ, പുണ്യ മഹത്തുക്കളുടെ അർവാഹ് മുബാറക്ക, അംബിയാക്കൾ, സുദ്ദീഖീൻ, ശുഹദാ, സ്വാലിഹീങ്ങളുടെ അർവാഹ് മുബാറക്ക. ആ അർവാഹ് മുബാറക്കെ തവസ്സുലാക്കിക്കൊണ്ട് നമ്മൾ സാധാരണ അദ്കാർ, വലായിഫ്, ദിക്ർ, വലീഫയിൽ നമ്മൾ ചെല്ലാറുണ്ട്. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വിർദുൽ ലത്തീഫിലും അതുപോലെ ഹദ്ദാദ് റാത്തിബിലും, അതുപോലെ ഇമാം അഹ്മദ് റള അവിടുത്തെ അൽ വലായിഫുൽ കരീമ, അതുപോലെ ഒരുപാട് മഹത്തുക്കൾ അവിടെ വലായിഫ് റാത്തിബാത്തിന്റെ ഗ്രന്ഥങ്ങളിൽ റഹിമഹുമുള്ള രേഖപ്പെടുത്തിയതായി കാണാം. ഹദീസിൽ പഠിപ്പിക്കപ്പെട്ട ദുആ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. എന്നാൽ സൂറത്തുൽ കഹഫിന്റെ അവസാനത്തുള്ള ഈ ആയത്തിലും അതുപോലെ മറ്റു ആയത്തിൽ കലിമാത്തുല്ലാഹി, അള്ളാഹുവിന്റെ കലിമത്തുകൾ, അള്ളാഹുവിന്റെ ഔസാഫ് എന്ന തഫ്സീർ, അതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ഫളാഇൽ മുബാറക, ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ദഹ്ലവിൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മദാരിജുൻ നുബുവത്തി വ ദറജാത്തിൽ ഫുതുവയിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ ഫളാഇൽ അത് പറഞ്ഞു തരുകാൻ കഴിയില്ല. ദുനിയാവിലെ നിഅമത്തുകൾ അല്ലാഹു ഖലീലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖുൽ മതാഉദ് ദുനിയ ഖലീൽ, എന്നിട്ട് പോലും ആ ഖലീൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ നിഅമത്തുകൾ തന്നെ എണ്ണി തീർക്കാൻ നമുക്ക് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫളാഇലിനെ സംബന്ധിച്ച് അലീം. അതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളും ഓരോ സൂറത്തുകളും ഓരോ ഹർഫുകളും ഈമാനികമായി നോക്കിയാൽ അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തിന്റെ മേൽ അറിയിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആന്റെ ഓരോ ഹർഫിന്റെ മഹത്വവും, ആ ഹർഫ്, ആ ആയത്ത്, ആ സൂറത്ത്, ആ ഖുർആൻ ആരുടെ മേലാണോ ഇറക്കപ്പെട്ടത് ആ ഇറക്കപ്പെട്ട നേതാവിന്റെ മഹത്വം അതിൽ അറിയിക്കുന്നുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, പരിശുദ്ധ ഖുർആൻ ഓതുന്നവർക്കും അതുപോലെ പഠിക്കുന്നവർക്കും ഒരുപാട് മഹത്വമാണ്. അവർ സാധാരണവരല്ല. ഖൈറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ ഖൈറുള്ളവരാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ആരുടെ മേലാണോ ഇറക്കപ്പെട്ടത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ, നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ മഹത്വമുള്ളവരാണ്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ വലിയ മഹത്വം. ഖുർആൻ എല്ലാ ഗ്രന്ഥങ്ങളെക്കാളും മഹത്വമാണ്. ഖുർആൻ ആരുടെ മേലാണോ ഇറക്കപ്പെട്ടത് ആ വ്യക്തിത്വം സർവ്വ സൃഷ്ടികളെക്കാളും മഹത്വമുള്ളവരാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ. അതോടുകൂടെ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി തന്നെ ഒരുപാട് ആയത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ മഹത്വങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞത് കാണാം. ആ ആയത്തിനെ മഹത്തുക്കളുടെ തഫ്സീർ അടിസ്ഥാനത്തിൽ സ്വഹാബത്ത് മുതൽ ഇന്ന് വരെയുള്ള ഹക്കിന്റെ അഹ്ലുകാര് വിശദീകരിച്ച വിശദീകരണങ്ങൾ നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളുടെ എത്രമാത്രം മഹത്വങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. വ്യക്തമായി തന്നെ എത്രയോ ആയത്തുകൾ. അതോടുകൂടെ ചില ആയത്തുകൾ അത് ശരിക്കും ചിന്തിച്ചാൽ മഹത്തുക്കളുടെ തഫ്സീർ അടിസ്ഥാനത്തിൽ സ്വഹാബത്ത് മുതൽ ഇന്ന് വരെയുള്ള ഹക്കിന്റെ അഹ്ലുകാരുടെ തഫ്സീർ എടുത്ത് നോക്കിയാൽ അന്ന മഅരിഫത സബബിൻ നുസൂലി യുഈനു അലാ ഫഹ്മിൽ ആയ, ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഇത്ഖാനിൽ പലരെ തൊട്ട് മുദ്രിച്ചിട്ടുണ്ട് ആ പുണ്യമേറിയ വാക്ക്. അന്ന മഅരിഫത സബബിൻ നുസൂലി യുഈനു അലാ ഫഹ്മിൽ ആയ, ആയത്തിനെ മനസ്സിലാക്കാൻ, ആയത്തിറങ്ങിയതിന്റെ കാരണം മനസ്സിലാക്കണം. സബബുൻ നുസൂല് മനസ്സിലാക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ആ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ആയത്ത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ആ ആയത്തിന്റെ സബബുൻ നുസൂലും അതിന്റെ വിശദീകരണം നോക്കുമ്പോൾ അതിൽ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളും ധാരാളം വെളിവാകും. ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തു തൗഹീദ്, സൂറത്തുൽ ഇഖ്ലാസ് നോക്കിയാൽ അവിടെ തൗഹീദ് പഠിപ്പിക്കപ്പെട്ട, ഇസ്ലാമി തൗഹീദ് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ്, സൂറത്താണ് സൂറത്തു തൗഹീദ്, അതായത് സൂറത്തുൽ ഇഖ്ലാസ്. ആ ഇഖ്ലാസ് സൂറത്ത് തുടങ്ങുന്നത് തന്നെ ഖുൽ
നബിയേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം. തങ്ങൾ പറയാതെ ഇവിടെ തൗഹീദ് തിരിയില്ല. തങ്ങളുടെ മുഖേനയല്ലാതെ ഇവിടെ ആർക്കും തൗഹീദ് കിട്ടുകയില്ല. ഇസ്ലാമി തൗഹീദ്, ഇസ്ലാമിന്റെ തൗഹീദ്, അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച തൗഹീദ്, അത് അമ്പിയാക്കളെ മുഖേന, പ്രത്യേകിച്ചും ഖാത്തിമുൽ അംബിയാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങളെ മുഖേനയല്ലാതെ ഇവിടെ തൗഹീദ് ലഭിക്കുകയില്ല. അതോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങളെ മേൽ ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് തബ്ബത് യദാ അബീ ലഹബ്, ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് മുഴുവനത്തിലും അബൂലഹബിന്റെ മോശമാണ് പറഞ്ഞത്. അബൂലഹബ് വളരെ മോശപ്പെട്ട ആളാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ മനസ്സിലാക്കണം, തബ്ബത് യദാ അബീ ലഹബ് ആ സൂറത്ത് ഇറങ്ങാൻ കാരണം എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങളെ അബൂലഹബ് ആക്ഷേപിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്ത് തന്നെ ഇറക്കുകയാണ്, ഒരു സൂറത്ത് തന്നെ ഇറക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസാരപ്പെടുത്തിയാൽ പരിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളും കാണാം. അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ അന്നുള്ള ദീനിന്റെ ശത്രുക്കൾ എന്തെങ്കിലും ആക്ഷേപിച്ചാൽ അതിന്റെ മറുപടി അമ്പിയാക്കളുടെ ശറഫാക്കപ്പെട്ട നാവിലൂടെ തന്നെയാണ് അതിന്റെ മറുപടി നൽകുക. അത് പരിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് പല ആയത്തുകളിലും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും പറഞ്ഞാൽ, ഏതെങ്കിലും ദീനിന്റെ ശത്രുക്കൾ ഏതെങ്കിലും ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങളെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ മറുപടി അല്ലാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ കലാമായി തന്നെയാണ് അതിന് മറുപടി പറയുക. അതുകൊണ്ട് അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസാരപ്പെടുത്തി തബ്ബല്ലക എന്ന് ആക്ഷേപിച്ച് പറഞ്ഞപ്പോൾ അതിന് ഒരു സൂറത്ത് തന്നെ അല്ലാഹു പറയാണ് അബൂലഹബിനെ ആക്ഷേപിച്ചുകൊണ്ട്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങളെ മഹത്വങ്ങൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം നുബുവത്തിന്റെ വിഷയത്തിൽ, റിസാലത്തിന്റെ വിഷയത്തിൽ സമമുള്ളവരാണ്. ലാ നുഫർറിഖു ബൈന അഹദി മിർ റുസുലിഹി, എല്ലാ അമ്പിയാക്കളുടെ നുബുവത്തും മുർസലീങ്ങളുടെ റിസാലത്തും എല്ലാ നബിമാരുടെ നുബുവത്ത് വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മുസ്ലിമീങ്ങളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുകാർ. അതേ സ്ഥാനത്ത് നുബുവത്തിന്റെ വിഷയത്തിൽ എല്ലാവരും സമമാണ്. ലാ നുഫർറിഖു ബൈന അഹദി മിർ റുസുലിഹി, മൂസാ നബി അലൈഹി സ്വലാമിന്റെ നുബുവത്തും വിശ്വസിക്കുന്നു, ഈസാ നബി അലൈഹി സ്വലാമിന്റെ നുബുവത്തും വിശ്വസിക്കുന്നു. ആദം നബി അലൈഹി സ്വലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള എല്ലാ അംബിയാ അലൈഹി വസ്സലാത്തു വസ്സലാമിന്റെ നുബുവത്ത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുകാര്. എന്നാൽ അംബിയാക്കളുടെ മഹത്വം ഒരുപോലെയല്ല. അത് പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ്. തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ് മിൻഹും മൻ കല്ലമല്ലാഹു വറഫഅ ബഅദഹും ദറജാത്. സൂറത്തുൽ ബഖറ 253-ാമത്തെ ആയത്ത്, 3-ാമത്തെ ജുസിന്റെ തുടക്കം. ചില പ്രവാചകന്മാർക്ക്, ചില നബിമാരെക്കാളും മഹത്വമുണ്ട്. അവിടെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ്, അജ്മഅത്തിൽ ഉമ്മത്തു അലാ അന്ന ബഅദൽ അംബിയാഇ അഫ്ളലു മിൻ ബഅദ് വഅലാ അന്ന സയ്യിദനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു മിനൽ കുല്ല്. ചില നബിമാരെക്കാളും മഹത്വമുള്ളവരാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർവ്വരെക്കാളും മഹത്വമുള്ളവരാണ് എന്ന വിഷയത്തിൽ ലോകത്ത് എല്ലാവരും ഒത്തു സമ്മതിച്ചതാണ്. ഇമാം റാസി റഹ്മത്തുള്ളാഹി തഫ്സീർ മഫാത്തിഹുൽ ഗൈബ്, അതായത് തഫ്സീറുർ റാസി. ഇമാം ശാരിയാത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ ഫതാവൽ അസ്ഹരിയ ഫിൽ അഹ്കാമി ശർഇയ്യ, 6-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് എന്ന് വിശേഷിപ്പിച്ച, സുന്നത്ത് ജമാഅത്തിന്റെ ഇമാം എന്ന് വിശേഷിപ്പിച്ച ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ തങ്ങള് റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ആർക്കാണ് റഹ്മത്ത്, എന്ന് മുതൽക്കാണ് റഹ്മത്ത്, ഏതുവരെയാണ് റഹ്മത്ത്, അതെല്ലാം വിശദീകരണങ്ങൾ അയിമത്ത് ഇവിടെ പഠിപ്പിച്ചു. അള്ളാഹു റബ്ബുൽ ആലമീൻ ആണ്. അള്ളാഹു ആർക്കൊക്കെ റബ്ബുൽ ആലമീൻ, അവർക്കൊക്കെ അള്ളാഹുവിന്റെ ഹബീബ്, അള്ളാഹുവിന്റെ മെഹബൂബ്, സർവ്വ സൃഷ്ടികൾക്കും അള്ളാഹുവിന്റെ ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ ആണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ എത്രയാണ്. പരിശുദ്ധ ഖുർആനിൽ അമ്പിയാക്കൾ അലൈഹി വസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മെഹബൂബീങ്ങളാണ്, മഅസൂമീങ്ങളായ അടിമകളാണ്.
അള്ളാഹുവിന്റെ മാസൂമീങ്ങളായ മെഹബൂബീങ്ങളായ അടിമകളായ മഹാന്മാരായ അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിനിക്ക് വലിയ മഹത്വങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ പേര് തന്നെയാണ് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല ഖുർആനിൽ പറയുക, യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന, സൂറത്തുൽ ബഖറ 35. യാ നൂഹ് ബിത് ബിസലാമി മിന്നാ, സൂറത്തു ഹൂദ് 48. വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സ്വദ്ദഖത റുഇയാ, സൂറത്തു സാഫാത്ത് 104, 105. അതുപോലെ യാ മൂസ ഇന്നി അനല്ലാഹ്, സൂറത്തുൽ ഖിസസ് 30. യാ ഈസ ഇന്നി മുതവഫീക, സൂറത്ത് ആലി ഇമ്രാൻ 55. യാ ദാഊദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്, സൂറത്ത് സ്വാദ് 26. യാ ദാഊദ് ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്, സൂറത്ത് സ്വാദ് 26. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് മറിയം 7-ാമത്തെ ആയത്തിൽ പറയുന്നത് യാ സക്കരിയ ഇന്നാ നുബശ്ശിരുക ബിഗുലാം, സൂറത്ത് മറിയം 12. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ. ഇങ്ങനെയാണ് അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ വലിയ മഹത്വങ്ങളും മഹബൂബീങ്ങളാണ് ബഹുമാനപ്പെട്ട അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം. എന്നാൽ അവരെ സംബന്ധിച്ച് അള്ളാഹു തആല ഖുർആനിൽ പറയുമ്പോൾ അവരുടെ പുണ്യ പേരുകളെ കൊണ്ട് പറയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട പേരുകൾ ധാരാളമുണ്ട്. എന്നാൽ യഥാർത്ഥ പേരായ മുഹമ്മദ് അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹമ്മദ് മുജ്തബ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല ഖുർആനിൽ മുഹമ്മദ് എന്ന് 4 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അഹമ്മദ് എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിളിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് ശൈലിയിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ഉപയോഗിച്ചത് എന്ന് നാം ചിന്തിക്കണം. യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദാ, സൂറത്തുൽ അഹ്സാബ് 45. യാ അയ്യുഹർ റസൂൽ, സൂറത്തുൽ മാഇദ 67. യാ അയ്യുഹൽ മുസമ്മിൽ, സൂറത്തുൽ മുസമ്മിൽ 1. യാസീൻ വൽ ഖുർആനിൽ ഹകീം, സൂറത്തു യാസീൻ 1, 2. അതുപോലെ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, സൂറത്തു ത്വാഹ 1, 2, 3. അങ്ങനെയുള്ള ആയത്തുകളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേർക്കുള്ള പേര് അഹമ്മദ് മുഹമ്മദ് എന്നല്ല അല്ലാഹു തആല വിളിച്ചത്. വിളിക്കുമ്പോൾ അവിടുത്തെ ഔസാഫ് ജലീലയായ അവിടുത്തെ കമാലാത്തായ വസ്ഫുകളെ കൊണ്ടിട്ടാണ്, അവിടുത്തെ വിശേഷണങ്ങളെ കൊണ്ടിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ വിളിച്ചത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ മഹത്വമാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഓരോ ആയത്തും എടുത്തു നോക്കിയാൽ ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാഅ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർവാഹ, സൂറത്തുൽ ബഖറ 144-ാമത്തെ ആയത്ത്. അതിന്റെ തഫ്സീറുകളൊക്കെ നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് നമുക്ക് കഅബത്തുൽ മുക്കറമ ലഭിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മഹത്വമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ ധാരാളം അള്ളാഹു നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ആദരവ്, ബഹുമാനം, മഹത്വങ്ങൾ എത്രയാണ്. സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മഹത്വമുള്ള നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറ. അല്ലാമ കമാലുദ്ദീൻ ദമീരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹയാത്തുൽ ഹൈവാനിൽ കുബ്രയിൽ പറഞ്ഞത് കാണാം, ലം യഖ്ലുഖിർ റഹ്മാനു മിസ്ല മുഹമ്മദി അബദൻ വഇൽമി അന്നഹു ലാ യഖ്ലുഖു. അതായത് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ ഒരു വ്യക്തിയെയും ഇന്ന് വരെ സൃഷ്ടിച്ചിട്ടില്ല, ഇനി ഉറപ്പാണ് എന്ന് സൃഷ്ടിക്കുകയും ഇല്ല. കമാലുദ്ദീൻ ദമീരി റഹിമഹുല്ലാഹ് അവിടുത്തെ ഹയാത്തുൽ ഹൈവാനിൽ കുബ്രയിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ബൂസുരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖസീദത്തുൽ ബുർദത്തി ശരീഫയിൽ പറഞ്ഞു, ഫഖൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി. അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാം വലിയ മഹത്വമുള്ളവരാണ്. എന്നാൽ ആ അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ മഹത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട ഇൽമിന്റെയും അവിടുത്തെ സഹാബത്ത് കർമ്മ ധർമ്മത്തിന്റെയും അവിടുത്തെ സൃഷ്ടിപ്പിന്റെ വിഷയത്തിലും അവിടുത്തെ സ്വഭാവത്തിന്റെ വിഷയത്തിലും അമ്പിയാക്കൾ അടുത്തുപോലും എത്തിയിട്ടില്ല. ഇമാം ബൂസുരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രമാത്രം മഹത്വമാണ്. ഇസ്മായിൽ ഹിഖി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ റൂഹിൽ ബയാനിൽ തഅ്വീലാത്തുൻ നജ്മിയെ ഉദ്ധരിച്ചുകൊണ്ട് എത്ര സ്ഥലങ്ങളിലാണ് പറഞ്ഞത്, ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ ഇൽമുകൾ. വഅല്ലമക മാ ലം തകുൻ തഅലം, തങ്ങൾ അറിയാത്ത എല്ലാ ഇൽമുകളും അള്ളാഹു അറിയിച്ചു കൊടുത്തു. ഇത് വിശദീകരണത്തിൽ മുഫസ്സിരിങ്ങൾ പറഞ്ഞത് ഇമാം ഇസ്മായിൽ ഹഖി റഹിമഹുല്ലാഹ് പറയാണ്, ഔലിയാക്കളെ ഇൽമ് സാധാരണക്കാരിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ഔലിയാക്കൾ സമുദ്രമാണ്, അതിൽ തുള്ളിയാണ് നമുക്കൊക്കെ ഉള്ളത്. അമ്പിയാക്കളെ ഇൽമിലേക്ക് നോക്കിയിട്ട് ഔലിയാക്കളെ ഇൽമോ, അമ്പിയാക്കളെ ഇൽമു അലൈഹിമു സ്വലാത്തു വസ്സലാം സമുദ്രമാണെങ്കിൽ അതിന്റെ തുള്ളിയാണ് ഔലിയാക്കൾക്കുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അമ്പിയാക്കളെ ഇൽമ്, അമ്പിയാക്കൾ അലൈഹിമു സ്വലാത്തു വസ്സലാമിന്റെ ഇൽമു തുള്ളിയാണെങ്കിൽ സമുദ്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമ്. അള്ളാഹുവിന്റെ ഹബീബ് സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആലിം. ഇൽമുൽ ഹാദിസ്, അള്ളാഹുവിന്റെ ഇൽമു പിന്നെ ഖദീമാണല്ലോ, അത് ദാത്തിയാണ്, മുസ്തഖിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മഹബൂബിങ്ങളുടെ ഇൽമ് അത് അത്വാഇയാണ്, കസ്ബിയാണ്, അത്വാഇയാണ്, അള്ളാഹു നൽകിയതാണ്, അതോടുകൂടി ഹാദിസുമാണ്. എന്നാൽ ഇൽമുൽ ഹാദിസിൽ വെച്ച് സൃഷ്ടികളുടെ ഇൽമിൽ ഏറ്റവും വലിയ ആലിമാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറ തങ്ങൾ. അപ്പൊ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ എത്രയാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധ ഖുർആന്റെ ഓരോ ആയത്തുകളിലും റസൂലുള്ളാഹിന്റെ ബഹുമാനം, സൂറത്തുൽ അഖ്ലാഖ്, സൂറത്തുൽ ഹുജറാത്തിന്റെ തുടക്കമുള്ള ആയത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളും അളമത്തും എത്രയാണ് പറയുന്നത്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പറയുന്ന എത്രയെത്ര സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, കഅബ് സുഹൈർ അസ്ലമി റളിയല്ലാഹു അൻഹു, നാബിഗത്തുൽ ജഅദി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഒരുപാട് സ്വഹാബത്ത്, അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഒരുപാട് മഹാന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരുപാട് അബിയാത്ത് മുബാറക, ഒരുപാട് ബൈത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം പറഞ്ഞിട്ട്, അവിടുത്തെ മദ്ഹുകൾ പറഞ്ഞിട്ട് എത്രയെത്ര ബൈത്തുകളാണ്, എത്ര മഹത്വങ്ങളാണ് അവരെടുത്ത് പറഞ്ഞത്. മദ്ഹ് ബൈത്തുകൾ ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഖസായിസുൽ കുബ്രയിലും ഇമാം ഖസ്സലാനി റഹിമഹുല്ലാഹ് അവിടുത്തെ മവാഹിബുൽ ലദുനിയയിലൊക്കെ ഒരുപാട് ഉദ്ധരിച്ചത് കാണാം. അവർക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് ദുആ ചെയ്തു കൊടുത്തതും അവർക്ക് സമ്മാനം നൽകിയതെല്ലാം മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രക്കും വലിയ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്തു പറഞ്ഞവരാണ് സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹു. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഖസായിസുൽ കുബ്രയിൽ പറഞ്ഞത്, അബ്ബാസ് റളിയല്ലാഹു അൻഹു തായിഫ് യുദ്ധത്തിൽ നിന്ന് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിച്ചത് മദ്ഹ് പറഞ്ഞത്, ആ മദ്ഹുകളെല്ലാം ബഹുമാനപ്പെട്ട മൻഖൂസ് മൗലിദിൽ മഖ്ദൂമുൽ കബീർ റഹ്മത്തുള്ളാഹി ഒന്നാമത്തെ ഹദീസിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ലവാമ സലീഖ ലൗ റഅയ്ന ജബീനഹു ലഅثرن بالقطع القلوب على اليد ولو سامعوا في مصر اوصاف خده لما باذلوا في صوم يوسف من نقدي. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പാടിയ ബൈത്തുകൾ മഅദുൽ അഖ്ലാഖിലും മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ബഹുമാനപ്പെട്ട ഇമാം ശാലിയാത്ത് റഹിമഹുല്ലാഹി മൗലൂദിന്റെ തുടക്കത്തിലെ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് അതിലും കാണാം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹത്വം പറയുമ്പോൾ അവിടുന്ന് ജസാക്കില്ലാഹു ഖൈറ യാ ആയിഷ, ജസാക്കില്ലാഹു യാ ആയിഷ ഖൈറ എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട മുഹദ്ദിസീങ്ങളൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് ഖസായിസുൽ കുബ്ര ബാബുൽ ആയത്തി ഫി അഖ്ലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞത് കാണാം. ഒന്നാം വാല്യം 116 പേജിൽ. നുസ്റത്തുൽ അഖ്രീൽ ബാബുൻ ഫി ഫദ്ലിഹി വ മനാഫിഹി വ തഅസീരിഹി ഒന്നാം വാല്യം 54 പറഞ്ഞത് കാണാം. അതുപോലെ അദ്ദുറുൽ മുനല്ലം ഫി ബയാനി ഹുക്മി മൗലിദിൻ നബിയിൽ ആളം ഷെയ്ഖുൽ ദലായിൽ അബ്ദുൽ ഹഖ് മുഹദ്ദിസ് ഇലാഹാബാദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അദ്ദുറുൽ മുനല്ലം ഫി ബയാനി ഹുക്മി മൗലിദിൻ നബിയിൽ ആളം ഓരോ ഫസ്ലുകളിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ധാരാളം പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദ്ഹ് പറഞ്ഞത്, അവിടുത്തെ മൗലൂദിനെ സംബന്ധിച്ച് പറഞ്ഞത് അതിന്റെ ഒന്നാം ബാബിൽ നിറച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഫസ്ൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി വിലാദത്തിനെ സംബന്ധിച്ച് അവിടുത്തെ മൗലിദിനെ സംബന്ധിച്ച് പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇൻകാർ ചെയ്താലെ മദമ്മത്ത് ചെയ്തത്,
അങ്ങനെയുള്ള വേറെ അധ്യായങ്ങളും അങ്ങനെ ഒരുപാട് ഓരോ ഫസ്ലുകളിലും ബാബുകളിലും വ്യത്യസ്തമായി പറഞ്ഞു. രണ്ടാമത്തെ ബാബിൽ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമത്തെ തിരു ഹദറത്തിൽ വെച്ചിട്ട് മദ്ഹ് പാടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് ലാ യഫ്ദില്ലാഹു ഫാക, നിന്റെ പല്ലുകൾക്കൊക്കെ അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഹിലിയത്തുൽ ഔലിയ ഖുബൈബ് ബിൻ യസാഫ് തങ്ങളെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് 1-ാം വാല്യം 364-ാമത്തെ പേജിലും കാണാം. അദ്ദുറുൽ മുനല്ലമിന്റെ 2-ാം ബാബിലും പറഞ്ഞത് കാണാം. അതോടുകൂടി ബഹുമാനപ്പെട്ട ആയിഷ ബി റളിയല്ലാഹു അൻഹ മദ്ഹ് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും ജസാക്കില്ലാഹു യാ ആയിഷത്തു ഖൈറാ. എന്നിട്ട് പറഞ്ഞു ഫമാ അദ്കുറു അന്നി സുറിർതു കസുറൂരി ബികലാമികി, എനിക്ക് ഓർമ്മയില്ല ഇത്രമാത്രം ഞാൻ സന്തോഷിച്ചത് ഓ ആയിഷ നിങ്ങളെ വാക്കുകൊണ്ട് എനിക്ക് സന്തോഷമുള്ളതുപോലെ ഇത്ര സന്തോഷിച്ചത് എനിക്ക് ഓർമ്മയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ ഖസാഇസുൽ കുബ്ര 1-ാം വാല്യം 116, നുസ്റത്തുൽ അഗ്രീൽ 1-ാം വാല്യം 54, അതുപോലെ അദ്ദുറുൽ മുനല്ലം 49-ാമത്തെ പേജിലൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വങ്ങൾ എടുത്തു പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സന്തോഷിച്ചത്. ചുരുക്കി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആഗസ്റ്റ് മാസമാണ്, ആഗസ്റ്റ് 15 നമുക്ക് വരാൻ പോകുന്നത്. ഇവിടെ ചിന്തിക്കണം, 1947 തഹരീക്ക് ആസാദി അത് മാത്രം പഠിച്ചാൽ പോരാ. അതിന്റെ മുമ്പ് 1857 ജംഗ് ആസാദി, ഇത് രണ്ടും പഠിക്കുമ്പോഴാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മഹത്തുക്കളായ ഔലിയാക്കള് മശായിഖു അഹ്ലി സുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് എത്രമാത്രം ത്യാഗങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന യഥാർത്ഥം നമുക്ക് വെളിവാകുക. 1857 ബഹുമാനപ്പെട്ട അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി അതിന്റെ നേതാവ്, ബാനി ജംഗ് ആസാദി അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി, സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സന്താന പരമ്പരയിൽപ്പെട്ട മഹാമനുഷ്യയാണ് അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി. ദർസുകളിലെ മന്തിഖിലെ മിർഖാത്തിന്റെ മുസന്നിഫിന്റെ മകൻ. ആല ഹദ്റത്ത് ഇമാം അഹ്മദ് റളിയല്ലാഹു ഇമാം ഷാലിയാത്തി റഹിമഹുല്ലാഹി അസാതിദത്തിന്റെ സിൽസിലയുള്ള മഹാൻ, ആല ഹസ്രത്തിന്റെ ഉസ്താദിന്റെ ഉസ്താദ്, സദുർ ശരീഅ അംജദ് അലി ആസമി റഹിമഹുല്ലാഹിന്റെയും ഉസ്താദിന്റെ ഉസ്താദ്, മഖ്ബൂൽ ഷാ കശ്മീരി തങ്ങളുടെയും ഉസ്താദിന്റെ ഉസ്താദ്, ബഹുമാനപ്പെട്ട അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി. ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹിമഹുല്ലാഹിന്റെ ശിഷ്യൻ അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാൻ. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പറയുമ്പോൾ ചിലർക്ക് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം ഉണ്ടാകണം മാത്രം ചിന്തയുള്ളൂ, ഈമാൻ സലാമത്താകണം, നരകത്തെ തൊട്ട് മോചനം ഉണ്ടാകണം എന്ന് ചിന്തയില്ല. ബ്രിട്ടീഷുകാരെ തൊട്ട് ഇന്ത്യ രാജ്യം മോചനമാകണം എന്നല്ലാതെ ഈമാൻ സലാമത്താകണം, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണം എന്ന് ചിന്ത ഉള്ളവർ അഹ്ലുസുന്നയുടെ മഹത്തുക്കൾ മാത്രമാണ്. അതുകൊണ്ട് അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹാന്മാർ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കണം, അതോട് നമ്മുടെയും സർവ്വ മുഅ്മിനീങ്ങളുടെയും ഈമാൻ സലാമത്താകണം, നരകത്തെ തൊട്ട് മോചനമുണ്ടാകണം എന്ന് ചിന്തിച്ച മഹാമനുഷികളാണ് അല്ലാമ ഫദ്ലുൽ ഹഖ് ഖൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ മഹത്തുക്കൾ. അതുകൊണ്ട് മഹാനവറുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ ഫത്വ കൊടുത്തപ്പോൾ അസൗറത്തുൽ അണ്ടമാൻ നിക്കോബാർ ജയിലിൽ ഇടപെട്ടു. അവിടെ വെച്ചിട്ട് അസൗറത്തുൽ ഹിന്ദിയ ഗ്രന്ഥം എഴുതി ഇന്ത്യയിലെ അക്രമങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുണ്ടായത്. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങളും എഴുതി, ഖസീദകളും എഴുതി, ഒരുപാട് ഖസീദകൾ മഹാനവറുകൾ എഴുതി. അതുപോലെ മുഫ്തി ഇനായത്ത് അഹമ്മദ് കാക്കോരി റഹ്മത്തുള്ളാഹി ജയിലിൽ വെച്ചിട്ട് അറബി ഗ്രാമറായ ഇൽമു സർഫിന്റെ വിശദീകരണത്തിൽ ഇൽമു സീഗ, അതോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്ര ഗ്രന്ഥം, തവാരീഖ് ഹബീബ് ഇലാഹി മിലാദിനെ സംബന്ധിച്ചും അടുത്ത ഫളാഇലിനെ സംബന്ധിച്ച് തവാരീഖ് ഹബീബ് ഇലാഹ് എന്ന് പറയുന്ന ഗ്രന്ഥം ജയിലിൽ വെച്ചിട്ട് എഴുതുകയാണ് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് പോരാടിയ മഹാമനുഷികൾ റഹിമഹുമുല്ലാഹ്. അതോടുകൂടെ അന്ന് ബിദ്അത്തുകാരുടെ നേതാവ്, ഇന്ത്യൻ വഹാബികളുടെയും ദൗബന്ധ്യത്തിന്റെയും ഗൈർ മുഖല്ലിദുകളുടെയും അഹ്ലി ഹദീസ് എന്ന പേരിലൊക്കെ നടക്കുന്ന ഗൈർ മുഖല്ലിദുകൾ, വഹാബിയത്തും ദൗബന്ദിയത്ത്, ഇവരുടെയൊക്കെ ഉപ്പാപ്പയായ മൗലവി ഇസ്മായിൽ ദഹലവി. ഇസ്മായിൽ ദഹലവി തഖ്വിയത്തുൽ ഈമാൻ എന്ന പുസ്തകം എഴുതി.
യഥാർത്ഥത്തിൽ തഫ്വിയത്തുൽ ഈമാൻ, ഈമാനെ നശിപ്പിക്കുന്ന പുസ്തകമാണ്. ആ ഈമാൻ നശിപ്പിക്കുന്ന പുസ്തകം എഴുതിയപ്പോൾ അന്ന് ശക്തമായ എതിർത്ത് രംഗത്ത് വന്നത് അല്ലാമ ഫദ്ലുൽ ഹഖ് ഹൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി പോലത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരുപാട് പണ്ഡിത മഹത്തുക്കൾ. അല്ലാമ ഫദ്ലുൽ ഹഖ് ഹൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി ഡൽഹിയിലെ ജാമിയ മസ്ജിദിൽ വെച്ചിട്ട് വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. തഫ്വിയത്തുൽ ഈമാനിന് എതിരായി തഹ്ഖീഖുൽ ഫത്വ ഫി ഇബ്താലി തഖ്വ എന്ന് പറഞ്ഞ മഹത്തായ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഇസ്മായിൽ ദഹ്ലവി തഖ്വിയത്തുൽ ഈമാനിൽ, അതായത് തഫ്വിയത്തുൽ ഈമാനിൽ എഴുതി വെച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദുർ റസൂലുള്ളാഹിനെ പോലെ കോടിക്കണക്ക് സൃഷ്ടികളെ പടക്കാം. നഊദു ബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇസ്മായിൽ ദഹ്ലവി എഴുതി. ആ ഒരൊറ്റ പിയച്ച വിശ്വാസത്തിനെ ബഹുമാനപ്പെട്ട അല്ലാമ ഫദ്ലുൽ ഹഖ് ഹൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇംതിനാഉൻ നദീർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥം, 659 പേജുകളുള്ള ഒരൊറ്റ ഗ്രന്ഥം ഇമാം അഹമ്മദ് റസ അക്കാദമി ബറേലി ഷരീഫിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. അവരൊറ്റ ഗ്രന്ഥം ബഹുമാനപ്പെട്ടവർ ആ പിയച്ച വിശ്വാസത്തിനെതിരായി എഴുതിയിട്ടുണ്ട്. ആ അല്ലാമ ഫദ്ലുൽ ഹഖ് ഹൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാൻ, ഇസ്ലാമിനെതിര്, സുന്നത്ത് ജമാഅത്തിന്റെ എതിര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സാരപ്പെടുത്തിക്കൊണ്ട് തഫ്വിയത്തുൽ ഈമാൻ പോലത്തെ പുസ്തകങ്ങൾ വന്നപ്പോൾ അല്ലാമ ഫദ്ലുൽ ഹഖ് ഹൈറാബാദി റഹ്മത്തുള്ളാഹി അതും രംഗത്ത് വന്നുകൊണ്ട് പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. ആഗസ്റ്റ് 15 നാളെ ഉള്ളത് കൊണ്ടാണ് ഇത് പ്രത്യേകിച്ചും പറയുന്നത്. അല്ലാമ ഫദ്ലുൽ ഹഖ് ഹൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാമ ഫദ്ലുൽ ഹഖ് ഹൈറാബാദി റഹ്മത്തുള്ളാഹി അലൈഹി ഇംതിനാഉൻ നദീർ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുല്യത ഇല്ലാത്ത വ്യക്തിത്വമാണ്. അസാധാരണ നബി, അസാധാരണ റസൂൽ, അസാധാരണ സൃഷ്ടി, അസാധാരണ മനുഷ്യൻ, അസാധാരണ വ്യക്തിത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ വിഷയത്തിലും. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച അനുഗ്രഹീതമായ പുണ്യമാസത്തിലാണ് നമ്മൾ. അല്ലാഹു തആല ഇന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദ്ഹുകൾ എഴുതിയ, ഖസീദകൾ എഴുതിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരു ഹദറത്തിൽ മദ്ഹുകൾ പാടിയ സ്വഹാബത്ത്, അതുപോലെ എല്ലാ സ്വഹാബത്തുൽ കിറാം, മൗലൂദ്, മദ്ഹ്, മീലാദ്, ഖസീദ, അതുപോലെ സീറത്തുകൾ, മനാഖിബുകൾ, ഫളായിലുകൾ എഴുതിയ സർവ്വ മഹത്തുക്കളുടെയും ദറജാത്ത് അല്ലാഹു തആല ഉയർത്തുമാറാകട്ടെ. ആ മഹാന്മാരെ അനുസ്മരിച്ചാൽ തന്നെ ഒരുപാട് ദോഷങ്ങൾ മാഫാകും. ദിക്റു സ്വാലിഹീന കഫാറ. എന്നാൽ അവരൊക്കെ ആരുടെ മഹത്വങ്ങളാണ് എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറഞ്ഞാൽ എത്ര സ്ഥാനം നമുക്ക് ദുനിയാവിലും ആഖിറത്തും ലഭിക്കുമെന്ന് ചിന്തിക്കണം. സ്വാലിഹീങ്ങളെ മഹത്വം പറഞ്ഞാൽ തന്നെ ദോഷം മാഫാകും, ഒരുപാട് സ്ഥാനം കിട്ടും, ഒരുപാട് റഹ്മത്തുകൾ ഇറങ്ങും. എന്നാൽ സയ്യിദു സ്വാലിഹീൻ, സയ്യിദുൽ അംബിയാ, ഖാതിമുൽ അംബിയാ, സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം പറഞ്ഞാൽ എത്രമാത്രം പ്രതിഫലമുണ്ട്, എത്രമാത്രം ആത്മീയമായ വളർച്ച ഉണ്ട്, ദീനിയായ, ദുനിയവിയ, ഉഖറവിയ നിലയ്ക്ക് എത്രമാത്രം നേട്ടങ്ങളുണ്ട് എന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം. റസൂലുള്ളാഹിന്റെ മഹത്വങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയാണ് മഹാന്മാർ എഴുതിയത്. ആലാ ഹദ്റത്ത് ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഒരുപാട് അയിമത്തിന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആയാത്ത് അഹാദീസിന്റെ അടിസ്ഥാനത്തിൽ തജല്ലിൽ യഖീൻ, അതായത് തജല്ലിയുൽ യഖീൻ ബി അന്ന നബിയനാ സയ്യിദുൽ മുർസലീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അംനു വൽ ഉലാലി നാഇത്തുൽ മുസ്തഫ ബിദാഫിൽ ബലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇമാം ശാലിയാത്ത് റഹിമ മൗലൂദുൽ അസ്ലൊക്കെ രേഖപ്പെടുത്തിയതുപോലെ എത്ര മഹത്വങ്ങളാണ് മൗലൂദിന്റെ ഗ്രന്ഥങ്ങളിലും മവാലീദിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ. ഇബ്നു ദിഹിയ മുതൽ മഖ്ദൂമുൽ കബീർ തുടങ്ങിയ ഒരുപാട് മഹാന്മാര് അസ്ലാഫും അഖ്ലാഫും റഹിമഹുമുല്ലാഹ്, അല്ലാഹു അവരൊക്കെ ദറജാത്ത് ഉയർത്തുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. മഇൻ മദഹതു മുഹമ്മദൻ ബിമഖാലതി ലാകിൻ മദഹതു മഖാലതി ബിമുഹമ്മദി എന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ പുണ്യ വാക്ക് കൊണ്ട് നിർത്തുന്നു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വജുനൂദിഹി وصائر الماضيين والعاشقين والمحبين وأسلافهم وأخلافهم وجميع المؤمنين والحمد لله رب العالمين. دعاء وصية السلام عليكم ورحمة الله وبركاته.